പൂച്ചക്കാര് മണികെട്ടും ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. പുലർച്ചെ 2:30 മണി വരെയൊക്കെ ഈ ഒരു ടാസ്ക് നീണ്ടു നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു വമ്പൻ കൂട്ടത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് രണ്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുന്നുണ്ട് വീട്ടുകാർ തമ്മിൽ. ആരാണ് ആദ്യം മണി കെട്ടിയത് എന്നതിനെ ചൊല്ലി. ഋഷി, ജാസ്മിൻ, ജിൻഡോ, നന്ദന ഇവരൊക്കെ ആയിരുന്നു മെയിനായിട്ട് അടി ഉണ്ടാക്കാൻ മുന്നിൽ നിന്നത്. വമ്പൻ ബഹളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ലൈവിലെ എപ്പിസോഡിലൊക്കെ ആയിട്ട് ഞാനത് കണ്ടു. എന്തായാലും ഈ ഒരു ടാസ്ക് ജയിച്ചിരിക്കുന്നത് 2 പേരാണ്, ഋഷി ആൻഡ് ശ്രീതു. മണിശബ്ദം കേൾക്കുമ്പോൾ കറക്റ്റായിട്ട് പോയി ആ ഒരു മാല കെട്ടിയിട്ട് 3 ടങ് ട്വിസ്റ്ററും കറക്റ്റായിട്ട് പറഞ്ഞ് സിഗ്നലിൽ ഗ്രീൻ കാണിക്കുന്നവരാണല്ലോ ഈ ഒരു ടാസ്ക് ജയിക്കുന്നത് 3 റൗണ്ടുകളിലുമായിട്ട്. അപ്പൊ അതാണല്ലോ ഈ ഒരു ടാസ്കിലെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഋഷി ഒരു മലയാളിയാണ്, കേരളത്തിൽ പഠിച്ചു വളർന്ന നല്ല ഒന്നാന്തര ഒരു മലയാളിയാണ്. ഋഷി 2ാമത്തെയും 3ാമത്തെയും ടങ് ട്വിസ്റ്റർ കറക്റ്റായിട്ട് പറഞ്ഞതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ ശ്രീതു അത് കറക്റ്റായിട്ട് പറഞ്ഞത് ഞാൻ ആശ്ചര്യത്തോടെയാണ് നോക്കി കാണുന്നത്. മലയാളം സംസാരിക്കുമ്പോൾ അതില് തമിഴ് കലരുന്ന ശ്രീതു പോലും അറിയാതെ അത് കലർന്നു പോകുന്നതാണോ അതോ അറിഞ്ഞോണ്ട്, നോട്ട് ദ പോയിന്റ്, അറിഞ്ഞോണ്ട് കലർത്തി സംസാരിക്കുന്നതാണോ തമിഴ് വോട്ട് പിടിക്കാനായിട്ട്? ആ ഒരു സംശയം ഒരാഴ്ചയായിട്ട് എനിക്കുണ്ട്. അത് ഇത്രയും വർദ്ധിക്കാൻ കാരണം എപ്പിസോഡിൽ ശ്രീതു ആ ഒരു ടങ് ട്വിസ്റ്റ് അത്രയും കറക്റ്റായിട്ട് പറഞ്ഞതുകൊണ്ടാണ്. അരുതരുത് കുതിരയെ, മുതിരരുത് കുതിരയെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര എന്നുള്ള ആ ഒരു ടങ് ട്വിസ്റ്റർ ശ്രീതു ഇത്രയും ദിവസം പ്രേക്ഷകരെ പറ്റിക്കുകയായിരുന്നു എന്ന് എനിക്ക് ഏകദേശം ഉറപ്പായി. എന്ത് കറക്റ്റായിട്ടാണ് ശ്രീതു അത് പറഞ്ഞത്? തെറ്റിക്കുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ ശ്രീതു ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെ ഞെട്ടിക്കാൻ മാത്രം മലയാളം ശ്രീതുവിന് അറിയില്ല എന്നാണ് വേർത്തി തീർത്തോണ്ടിരുന്നത് ഇത്രയും ദിവസം. പക്ഷെ ഇന്നത് പൊളിഞ്ഞു വീണു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി തീർന്നു എന്ന് പറയാൻ മുടിഞ്ഞു എന്നും പിന്നെ ചുവപ്പ് എന്ന് പറയാൻ ചെവപ്പ് എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നും ശ്രീധുവിനില്ല. അത് അങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. എന്തായാലും നിന്ന നിപ്പിലല്ലയോ ആ ഒരു ടങ് ട്വിസ്റ്ററൊക്കെ വെച്ചങ്ങ് അലക്കിയത്. അല്ല വേറെ എന്നാ വേണം? 2:30 മണിക്ക് ചോദിച്ചാലും മലയാളത്തിലെ ഒരു ടങ് ട്വിസ്റ്റർ ശ്രീധുവിന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അതും അത്രയും ആ ലെവല് മലയാളം ഫോണറ്റിക്സ് ഉള്ള ഒരു ടങ് ട്വിസ്റ്റർ. ശ്രീധു ഒരു മലയാളി തന്നെയാണെന്നുള്ളത് തെളിയിക്കാനായിട്ട് ഇതിലും വലിയ തെളിവൊന്നും വേണ്ട. തമിഴ് കലർത്തി സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ശ്രീധു ഇത്രയും ദിവസവും. അത് ശ്രീധുവിന്റെ അമ്മേനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാണ്. പുള്ളിക്കാരത്തി ഒരു പച്ച മലയാളിയാണ്.